ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായം, അതിൽ 20-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചവിംശോധ്യായ. മൈത്രേയ ഉവാച ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ പുർവർഷാണാമയുധം ജലേ. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മനൈഹസേ ദുഃഖഹാനിസുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. രാജോവാച ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധതി. ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്ഛേദ കർമ്മഭിഃ. ഗൃഹേഷു ഗൂഢധർമ്മേഷു പുത്രദാരധനാർത്ഥധീ. ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. നാരദ ഉവാച ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ സജ്ഞാപിതാൻ ജീവസംഖാൻ നിർഘണേന സഹസ്രശഃ. ഏതേ ത്വാം സംപ്രതീക്ഷന്തെ സ്മരന്തോ വൈശസം തവ. സംപരേതമയക്കൂടൈ ഛിന്ദന്ത്യുത്ഥിതമന്യവഃ. അത്ര തേ കഥയിഷ്യേമുമിതിഹാസം പുരാതനം പുരഞ്ജനസ്യ ചരിതം നിബോധഗതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹശ്രവാ. തസ്യാവിജ്ഞാതനാമാസീത് സഖാ വിജ്ഞാതചേഷ്ടിതഃ. സോന്വേഷമാണഃ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു. നാനുരൂപം യദാ വിന്ദദഭൂത് സ വിമനാ ഇവ. ന സാധു മേ നേതാ സർവാ ഭൂതലേ യാവതീ പുരാ. കാമാൻ കാമയമാനോസൗ തസ്യോപപത്തയേ. സേകദാ ഹിമവതോ ദക്ഷിണേഷ്വഥസാനുഷു ദദർശ നവഭിർദ്വാർഭിഃ പുരം ലക്ഷിതലക്ഷണാം. പ്രാകാരോപവനാട്ടാലപ്പരിഖൈരക്ഷതോരണൈഃ സ്വർണരൗപ്യായസൈഃ ശൃംഗൈഃ സങ്കുലാം സർവതോ ഗൃഹൈഃ. നീലസ്ഫടികവൈഡൂര്യമുക്താമരതകാരുണൈഃ ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാചത്തുരരഥ്യാഭിരാക്രീഡായതനാപണൈഃ ചൈത്യധ്വജപതാകാഭിര്യുക്താം വിദ്രുമവേദിഭിഃ. പുര്യാസ്തു ബാഹ്യോപവനേ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹംഗാളികുലകോലാഹലജലാശയേ. ഹിമനിർഝരവിപൃഷ്മകുസുമാകരവായുനാ ചലൽപ്രവാളവിടപനളിനീതട സമ്പദി. നാനാരണ്യമൃഗവ്രാതൈരനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈഃ. യദൃച്ഛയാഗതാം തത്രാതിദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈക ശതനായകൈഃ. അടുത്തത് ആ പുരിയുടെ ആ വാസസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് വീണ്ടും അടുത്ത 4 ശ്ലോകങ്ങൾ കൂടിക്കിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം. പഞ്ചശീർഷാഹിനാഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം. സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം. സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം. വിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം. പദ്ഭ്യാം കൊണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ. സ്തനൗ വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ നിരന്തരൗ. വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനി. ഒന്നുകൂടി ചെല്ലാം. പഞ്ചശീർഷാഹിനാഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം. സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം. സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം. പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം. പദ്ഭ്യാം കൊണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ.
സ്തനൗ വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അവിടെ ഒരു ഏകൈക ശതനായ എന്താണ് ഭൃത്യേ ദശഭിർ ആയാന്തി, ഭൃത്യന്മാരോട് കൂടിയിട്ടുള്ള 10 ഭൃത്യന്മാരോട് കൂടി ഭൃത്യന്മാരും അതുപോലെ 100 കണക്കിന് അവരുടേതായിരിക്കുന്ന ആ സേനാനായകന്മാരോട് കൂടിയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു സ്ത്രീയെ യാദൃച്ഛികമായിട്ട് അവിടെ ഒരു സുന്ദരിയെ കണ്ടെത്തി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അപ്പോൾ ആ സ്ത്രീയെ പറ്റിയിട്ടും ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഈ 4 ശ്ലോകങ്ങളിലായിട്ട്. പഞ്ചശീർഷാഹിനാഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണമൃഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുഖപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതിം കുണ്ടലശ്രിയം. ബുദ്ധിയാണ് അവിടെ ആ സ്ത്രീയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ആ ബുദ്ധിയുടെ ആ പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത്. പിശങ്ക നീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ചലതി നൂപുരേർദേവതാമിവ സ്തനൗ വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗൂഹന്തീം വ്രീഡയാ ഗജഗാമിനീം. പ്രതീഹാരേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹരക്ഷകനായിരിക്കുന്ന പഞ്ചശീർഷഹിന 5 തലയുള്ള പാമ്പിനാൽ എല്ലായിടത്തും സംരക്ഷിക്കപ്പെട്ട് യോഗ്യനായിരിക്കുന്ന ഒരു വരനെ തേടുന്നവൾ അന്വേഷിക്കുകയാണോ എന്ന് തോന്നും ആയിട്ടും, അതുപോലെ അപ്രൗഢാം 16 വയസ്സ് കഴിയാത്ത ഒരു ബാലികയായിട്ട്, അതുപോലെ കാമിക്കത്തക്ക സ്വരൂപത്തോട് കൂടിയിട്ട് കാമരൂപിണീം കാമിക്കത്തക്ക സ്വരൂപത്തോട് കൂടിയിട്ട്, അതുപോലെ ഭംഗിയുള്ള മൂക്കുകളും നല്ല പല്ലുകളും മിന്നുന്ന കഴുത്തടങ്ങളിലും മനോഹരങ്ങളായിട്ടുള്ള മുഖവും അതുപോലെ തുല്യങ്ങളായിരിക്കുന്ന ചെവികളും അതിലെ കുണ്ടലങ്ങളും ഒക്കെ വഹിക്കുന്നവളായിട്ടുള്ള അവളെ പട്ടുടുത്തിട്ട് പൊന്നരഞ്ഞാണണിഞ്ഞ് ആ തടിച്ച അരക്കെട്ടോടും അതുപോലെ വളരെ സുന്ദരാംഗിയും ആയിട്ട് ആ കിലങ്ങുന്ന ചടങ്ങുകളൊക്കെ അണിഞ്ഞിട്ട് ആ പാദങ്ങളാൽ ദേവസ്ത്രീയെ പോലെ തോന്നിക്കും സഞ്ചരിക്കുന്ന ആ യൗവന ആരംഭത്തെ പ്രകടമാക്കുന്ന ആ തുല്യവൃത്താകാരത്തിൽ ഇടതൂർന്ന ആ സ്തനങ്ങളെ കൊണ്ട് ലജ്ജ ഹേതുവായിട്ട് ആ വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് അതിനെ മറച്ചിരിക്കുന്നവളും ആയിരിക്കുന്ന ആ സ്ത്രീ അങ്ങനെ ഗജഗാമിനിയായിട്ട് ആനയെപ്പോലെ നടന്ന് വരുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കിയാൽ തന്നെ അർത്ഥം മനസ്സിലാക്കാം. പ്രതീഹാരേണ ദേഹരക്ഷകനായിരിക്കുന്ന പഞ്ചശീർഷാഹിന 5 തലയുള്ള പാമ്പിനാൽ സർവതഃ എല്ലായിടത്തും ഗുപ്താം സംരക്ഷിക്കപ്പെട്ടും ഋഷഭം യോഗ്യനായ വരനെ അന്വേഷമാണാം തേടുന്നവളും അപ്രൗഢാം 16 വയസ്സ് കഴിയാത്ത ബാലാം ബാലികയായിട്ടും കാമരൂപിണീം കാമിക്കത്തക്ക സ്വരൂപത്തോടും സുനാസാം ഭംഗിയുള്ള മൂക്ക് സുദതീം നല്ല പല്ലുകൾ സുഖപോലാം മിന്നുന്ന കവിൾത്തടങ്ങള് വരാനനാം മനോഹരമായിട്ടുള്ള മുഖത്തോടു കൂടിയവള് സമവിന്യസ്ത കർണാഭ്യാം തുല്യങ്ങളായിരിക്കുന്ന ചെവികളാൽ കുണ്ടലശ്രിയം കുണ്ടലകാന്തിയെ ബിഭ്രതിം വഹിക്കുന്നവളായിട്ടും പിശങ്കനീവീം പട്ടുടുത്ത് കനകമേഖലാം പൊന്നരഞ്ഞാണം അണിഞ്ഞ് സുശ്രോണീം തടിച്ച അരക്കെട്ടോട് കൂടിയിട്ടുള്ളവള് ശ്യാമാം സുന്ദരാംഗിയായിട്ടുള്ളവള് കുണദ്ഭ്യാം കിലുങ്ങുന്ന നൂപുരങ്ങൾ അണിഞ്ഞിട്ടുള്ളവള് നൂപുരഹി ചിലങ്ക അണിഞ്ഞവള് പദ്ഭ്യാം പാദങ്ങളാൽ ദേവതാം ഇവ ദേവസ്ത്രീയെ പോലെ അങ്ങനെയുള്ള പാദങ്ങളാൽ ദേവസ്ത്രീയെ പോലെ ചലതീം സഞ്ചരിക്കുന്ന ആയിട്ട് വ്യഞ്ജിത
കൈശോരൗ വ്യഞ്ജിത കൈശോരൗ യൗവനാരംഭത്തെ പ്രകടമാക്കുന്ന സമവൃത്തൗ തുല്യവൃത്താകാരത്തിൽ നിരന്തരൗ ഇടതൂർന്ന സ്തനൗ സ്തനങ്ങളെ വ്രീഡയാ ലജ്ജഹേതുവായിട്ട് വസ്ത്രാന്തേന ആ വസ്ത്രത്തിൻ്റെ തുമ്പുകൾ കൊണ്ട് നിഗൂഹന്തീം മറച്ചിരിക്കുന്നവളും ഗജഗാമിനിയും ആനയെപ്പോലെ നടക്കുന്നവളും ആയിരിക്കുന്ന അവളെ കണ്ടു. എന്നും കൂടി പറയാം. പ്രതീഹാരേണ ദേഹരക്ഷകനായിരിക്കുന്ന പഞ്ചശീർഷാഹിന 5 തലകളുള്ള പാമ്പിനാൽ സർവതഃ എല്ലായിടത്തും ഗുപ്താം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഋഷഭം യോഗ്യനായിരിക്കുന്ന വരനെ അന്വേഷമാണാം തേടുന്നവളായും അപ്രൗഢാം 16 വയസ്സ് കഴിയാത്ത ബാലാം ബാലികയായും കാമരൂപിണിയും കാമിക്കത്തക്ക സ്വരൂപത്തോടു കൂടിയും സുനാസാം ഭംഗിയുള്ള മൂക്ക് സുദതീം നല്ല പല്ലുകൾ സുകപോലാം മിന്നുന്ന കവിൾത്തടം വരാനനാം മനോഹരമായിരിക്കുന്ന മുഖം സമവിന്യസ്ത കർണാഭ്യാം തുല്യങ്ങളായിരിക്കുന്ന ചെവികളാൽ കുണ്ടലശ്രിയം കുണ്ടലകാന്തിയെ ബിഭ്രതിയും വഹിക്കുന്നവളായിട്ടും പിശങ്കനീവീം പട്ടുടുത്ത് കനകമേഖലാം പൊന്നരഞ്ഞാണം അണിഞ്ഞ് സുശ്രോണീം തടിച്ച അരക്കെട്ടോടും ശ്യാമാം സുന്ദരാംഗിയായിട്ടും കൊണദ്ഭ്യാം കിലുങ്ങുന്ന നൂപുരൈഹി ചിലങ്കകൾ അണിഞ്ഞ പദ്ഭ്യാം പാദങ്ങളാൽ ദേവതാം ഇവ ദേവസ്ത്രീകളെ പോലെ ചലതീം സഞ്ചരിക്കുന്നവളായിട്ട് വ്യഞ്ജിത കൈശോരൗ വ്യഞ്ജിത കൈശോരൗ എന്ന് പറഞ്ഞ യൗവനാരംഭത്തെ അപ്രകടം ആക്കുന്ന വ്യഞ്ജിത കൈശോരൗ എന്ന് പറഞ്ഞ യൗവനാരംഭത്തെ വ്യഞ്ജിതമാക്കുന്ന പ്രകടമാക്കുന്ന സമവൃത്തവും തുല്യവൃത്താകാരത്തിൽ നിരന്തരവും ഇടതൂർന്ന സ്തനവും ആ സ്ഥലങ്ങളോട് കൂടിയിട്ടുള്ളവളെ വ്രീഡയാ അത് സ്ഥലങ്ങളെ ആ ലജ്ജ ഹേതുവായിട്ട് അതിനെ ലജ്ജ കൊണ്ട് വസ്ത്രത്തിൻ്റെ തുമ്പ് കൊണ്ട് വസ്ത്രാന്തേന വസ്ത്രത്തിൻ്റെ തുമ്പ് കൊണ്ട് നിഗൂഹന്തിയും മറച്ചിരിക്കുന്നവളുമായിരിക്കുന്ന ഗജഗാമിനിയും ആനയെപ്പോലെ നടന്നു വരുന്ന അവളെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ അന്വയം വന്നിട്ട് പ്രതീഹാരേണ പഞ്ചശീർഷാഹിന സർവതഃ ഗുപ്താം ഋഷഭം അന്വേഷമാണാഃ അപ്രൗഢാം ബാലാം കാമരൂപിണീം സുനാസാം സുദതീം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം കുണ്ടലശ്രിയം ബിഭ്രതീം പിശങ്കനീവീം കനകമേഖലാം സുശ്രോണീം ശ്യാമാം പദ്ഭ്യാം നൂപുരൈഹി കൊണദ്ഭ്യാം നൂപുരൈഹി പദ്ഭ്യാം ദേവതാം ഇവ ചലതീം വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ വ്രീഡയാ സമവൃത്തൗ നിരന്തരൗ സ്തനൗ വ്രീഡയാ വസ്ത്രാന്തേന നിഗൂഹന്തീം ഗജഗാമിനീം ദദർശ. എന്നുകൂടി പറയാം. പ്രതീഹാരേണ പഞ്ചശീർഷാഹിന സർവതഃ ഗുപ്താം ഋഷഭം അന്വേഷമാണാം അപ്രൗഢാം ബാലാം കാമരൂപിണീം സുനാസാം സുദതീം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം കുണ്ടലശ്രിയം ബിഭ്രതീം പിശങ്കനീവീം കനകമേഖലാം സുശ്രോണീം ശ്യാമാം കൊണദ്ഭ്യാം നൂപുരൈഹി പദ്ഭ്യാം ദേവതാം ഇവ ചലതീം വ്യഞ്ജിത കൈശോരൗ സമവൃത്തൗ നിരന്തരൗ സ്തനൗ വ്രീഡയാ വസ്ത്രാന്തേന നിഗൂഹന്തീം ഗജഗാമിനീം ദദർശ. അതായത് ആ ദേഹരക്ഷകനായിട്ടുള്ള 5 തലയുള്ള പാമ്പുകളാൽ എല്ലായിടത്തും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും യോഗ്യനായിരിക്കുന്ന വരനെ തേടുന്നവളായിട്ടും 16 വയസ്സ് കഴിയാത്ത ആ ബാലികയായിട്ടും കാമിക്കത്തക്ക സ്വരൂപത്തോടും ഭംഗിയുള്ള മൂക്ക് നല്ല പല്ലുകൾ മിന്നുന്ന കവിൾത്തടങ്ങൾ മനോഹരമായിരിക്കുന്ന മുഖം തുല്യങ്ങളായിരിക്കുന്ന ചെവികളാൽ ആ കുണ്ടലകാന്തിയെ വഹിക്കുന്നവളായിട്ടും പട്ടുടുത്ത് ആ പൊന്നരഞ്ഞാണണിഞ്ഞ് തടിച്ച അരക്കെട്ടോട് കൂടിയിട്ടും സുന്ദരാംഗിയായിട്ടും കിലുങ്ങുന്ന ആ ചിലങ്കകൾ അണിഞ്ഞ ആ പാദങ്ങളാൽ ദേവസ്ത്രീയെ പോലെ സഞ്ചരിക്കുന്നവളും ആയിരിക്കുന്ന യൗവനാരംഭത്തെ പ്രകടമാക്കുന്ന
തുല്യവൃത്താകാരത്തിൽ ഇടതൂർന്ന ആ സ്തനങ്ങളെ ലജ്ജഹേതുവായിട്ട് വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് മറച്ചിരിക്കുന്നവളായിട്ടും ആനയെപ്പോലെ നടക്കുന്നവളുമായിരിക്കുന്ന ആ സ്ത്രീയെ അവിടെ കണ്ടു. അതാണ് ഇതിൽ പഞ്ചശീർഷാഹിനാഗുപ്താം പ്രതിഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭമപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുകപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കുണദ്ഭ്യാം ചലതീം നൂപുരൈർദേവതാമിവ സ്തനൗ വ്യഞ്ജിതകൈശോരൗ സമവൃത്തൗ നിരന്തരൗ വസ്ത്രാന്തേന നിഗുഹന്തീം വ്രീഡയാ ഗജഗാമിനീം. ഇങ്ങനെയുള്ള ആ സ്ത്രീയെ അവിടെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 5 പത്തിയുള്ള അസർപ്പമാകുന്ന കാവൽക്കാരനാൽ ചുറ്റും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അവളുടെ അംഗരക്ഷകൻ 5 ഫണങ്ങളുള്ള ഒരു സർപ്പാണ് അതിൻ്റെ അതാണ് പറഞ്ഞത് പഞ്ചശീർഷ അഹി എന്ന് 5 തലകളുള്ള സർപ്പം അതിനെ കൊണ്ട് സംരക്ഷിക്കപ്പെടുകയാണ്. അംഗരക്ഷകനായിരിക്കുന്ന 5 ഫണങ്ങളുള്ള സർപ്പങ്ങളാണ് ആ ബുദ്ധി എന്നുള്ളതിന് ഈ പഞ്ചഭൂതങ്ങളാൽ അങ്ങനെ സംരക്ഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ശ്രദ്ധ എല്ലായിടത്തും വ്യാപിക്കുന്നു. അവൾക്ക് 16 വയസ്സാണ് പ്രായം. അനുരൂപനായിരിക്കുന്ന ഭർത്താവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവളാണ്. കാമിപ്പാൻ ഉതകുന്ന രൂപഭംഗിയാണ് അവൾക്കുള്ളത്. നാസികകൾ, ദന്തങ്ങൾ, കവിൾത്തടങ്ങൾ, സമാനങ്ങളായിരിക്കുന്ന കർണങ്ങൾ എന്നിവയാലും ബാല്യത്താലും കുണ്ടലാദി അലങ്കാരങ്ങളാലും ശോഭിക്കുന്ന മുഖമാണ് അവൾക്കുള്ളത്. ഒരു മഞ്ഞപ്പട്ടാണ് വസ്ത്രം. അരക്കെട്ട് അതിമനോഹരമാണ്. യൗവനയുക്തയായവളാണ്. സ്വർണം കൊണ്ടുള്ള അരഞ്ഞാൻ ധരിച്ചിരിക്കുന്നു. ഒരു ദേവതയോ എന്ന് തോന്നുമാറ് പാദസ്വരങ്ങൾ ശബ്ദിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. കൈശോര ദശയെ വ്യഞ്ജിപ്പിക്കുന്നതായിട്ടുള്ള സമങ്ങളും വൃത്തമൊത്ത് ഇടതൂർന്നവയുമായിരിക്കുന്ന സ്തനങ്ങൾ ലജ്ജയാൽ അവയെ വസ്ത്രത്തിൻ്റെ അഗ്രത്താൽ മറച്ചിരിക്കുന്നു. നടത്തം ആനയെ പോലെയാണ്. അവരുടെ ആ പ്രേമ അങ്ങനെ നടത്തം ആനയെ പോലെയാണ്. ഇത്രയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധി എന്നുള്ളതൊരു ജഡം ആയിട്ടുള്ള വസ്തുവാണ്. ഇതിൻ്റെ ഇവിടെ സർപ്പം എന്ന് പറയുന്നത് പ്രാണനാണ്. ഈ പ്രാണന് 5 ഫണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ്റെ 5 വൃത്തികൾ, പഞ്ചപ്രാണങ്ങൾ എന്ന് പറയും. ഈ വൃത്തികൾ ഏവയെന്ന് പ്രശ്നോപനിഷത്തിൽ കാണാം. ഐഷോഗ്നീസ്തപത്യേഷ സൂര്യേഷ പർജന്യോ മഖവാനേഷ വായു ഏഷ പൃഥിവീരൈർദേവഃ സദസച്ചാമൃതം ചയത്. പ്രാണൻ അഗ്നിയായിട്ട് ചൂടിനെ പ്രദാനം ചെയ്യുന്നു, സൂര്യനായിട്ട് പ്രകാശിക്കുന്നു, മേഘമായിട്ട് വർഷിക്കുന്നു, ഇന്ദ്രനായിട്ട് പ്രജാപാലനം ചെയ്യുന്നു, വായുവായിട്ട് ലോകധാരണം ചെയ്യുന്നു, ഭൂമിയായിട്ട് എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്നു, ചന്ദ്രനായിട്ട് പോഷിപ്പിക്കുന്നു. ഏഷ പ്രാണോഗ്നി സമസ്തപതി ജ്വലതി തഥൈഷ സൂര്യ സംപ്രകാശതേ തഥൈഷ പർജന്യഃ സൻ വർഷതി കിഞ്ച മഖവാനിന്ദ്രഃ സൻ പ്രജാ പാലയതി. ഇതൊക്കെ ശങ്കരഭാഷ്യത്തിൽ പറയണം. അപ്പോൾ ആ ബുദ്ധി ജഡമായിട്ടുള്ളതാണ്, ജീവൻ ചൈതന്യവത്തായിട്ടുള്ളതാണ്. ആ ബുദ്ധിയായിരിക്കുന്ന സ്ത്രീ ആ ജീവപ്രതീകമായിരിക്കുന്ന പുരുഷനെ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത്. ആശ്രയസ്ഥാന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ പുരുഷനെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പം നാസികാദി അവയവ വർണ്ണന ആ ബുദ്ധിയുടെ വിഷയാന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. ഇതൊക്കെ ആ ആത്മാന്വേഷണമായിട്ട് ആ തത്വബോധത്തിലൂടെ ഈ കഥ മനസ്സിലാക്കുമ്പോൾ വരുന്നതാണ്. ഇതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നാസികാദി അവയവ വർണ്ണന ബുദ്ധിയുടെ വിഷയാന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. ചിലവയെല്ലാം കേവലം നായികാവർണ്ണന മാത്രമാണ്. വ്യാഖ്യാതാക്കന്മാരുടെ മനോവൈഭവം പോലെ ആ പ്രതീകത്വം കൽപ്പിക്കാം. സാമുദ്രിക ലക്ഷണ പ്രതിപാദനമൊക്കെ ഉണ്ട് ഇതിൽ. ന സ്ഥൂല ന കൃശ വക്ര നാദി ദീർഘ സമുന്നത ഈദൃശി നാസികാ യസ്യാഹ സാധന്യാതു
ശുഭങ്കരി, ഓരോന്നിനെ അങ്ങനെ വിസ്തരിച്ചിരിക്കുക, ഓരോ അവയവങ്ങളെ. ഉത്തമ സ്ത്രീയുടെ ലക്ഷണങ്ങളെയൊക്കെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ശ്യാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീപക്ഷത്തിൽ പ്രസവിച്ചിട്ടില്ലാത്തവൾ എന്നുള്ള അർത്ഥം. ശ്യാമോ വടേ പ്രയാഗസ്യ. അപ്പോൾ അങ്ങനെ അഥവാ ആ ബുദ്ധിയെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യണത് ഇതൊക്കെ. മനസ്സും ബുദ്ധിയും ഒന്നു തന്നെ. അതിനാൽ ആ ശ്യാമശബ്ദം മനസ്സിനെ അഥവാ ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു. ഉദ്യാനത്തിൽ കാണപ്പെട്ടവൾ ബുദ്ധിയുടെ പ്രതീകം ആണെന്നർത്ഥം ശ്യാമ എന്ന് പറയുന്നത്. സമാനങ്ങളല്ലാത്ത സ്തനങ്ങൾ, കർണങ്ങൾ മുതലായവ ഉത്തമ സ്ത്രീ ലക്ഷണങ്ങളല്ല. സ്തനവും സരോമവും മലിനോൽബണവും ച ക്ലേശം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആ ബുദ്ധിയാകുന്ന ആ സ്ത്രീയെ അവിടെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ രത്നത്തെ തന്നെ, ആ സ്ത്രീരത്നത്തെ തന്നെ വർണ്ണിക്കുകയാണ്. ആ സ്ത്രീരത്നത്തെ 5 തലയുള്ള ഒരു സർപ്പം കാവൽക്കാരനെ എന്ന പോലെ 4 ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട് രക്ഷിക്കുന്നുണ്ട്. കാക്ഷിക്കത്തക്ക രൂപശോഭയോട് കൂടിയ അവൾ പ്രൗഢയല്ല. അനുരൂപനായിരിക്കുന്ന വരനെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ബാലികയാകുന്നു. നാസിക, ദന്തം, കവിൾത്തടം, മുഖം എന്നീ അവയവങ്ങൾ ഏറ്റവും കോമളങ്ങളായിരിക്കുന്നു. സമാകൃതിയിൽ സ്വതവേ ഭംഗിയുള്ള കർണങ്ങളിൽ തിളങ്ങുന്ന ആഭരണങ്ങളുമുണ്ട്. മഞ്ജുളമായിരിക്കുന്ന ആ കടീതടത്തിൽ ധരിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ടിന് മീതെ സ്വർണ്ണ മേഖല അരഞ്ഞാണം ശോഭിക്കുന്നുണ്ട്. കാച്ചിലമ്പുകളിൽ നിന്ന് മണിനാഥം പുറപ്പെടുവാൻ തക്കവിധം വിലാസഗതിയെ സ്വീകരിച്ച് സഞ്ചരിക്കുന്ന ആ സുന്ദരാംഗിയെ ബാഹ്യോദ്യാനത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് ആ രാജാവ് കണ്ടു ാണ് ഈ ശ്ലോകത്തിൽ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ആ ആത്മപക്ഷത്തിൽ അതിനെ പറയുകയാണെങ്കിൽ 5 വൃത്തികളോട് കൂടിയിരിക്കുന്ന ആ പ്രാണവായുവിനെ സർവത്വേന കൽപ്പിച്ച് ആ ജഡപ്രകൃതിയായിട്ടുള്ള ബുദ്ധിവൃത്തി, പഞ്ചപ്രാണങ്ങളാണ് ആ ബുദ്ധിയെ അവിടെ കാത്തുകൊണ്ടിരിക്കുന്നത്. ചൈതന്യാത്മകനും ഭോക്താവുമായിരിക്കുന്ന ജീവനായകനെ അന്വേഷിക്കുന്നു. ജീവനാകുന്ന ആ പുരുഷനെ ഈ ബുദ്ധിയാകുന്ന സ്ത്രീ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയാകുന്ന സ്ത്രീ ചേതനാരൂപമായിരിക്കുന്ന ജീവനെ ഭർത്താവിൻ്റെ നിലയിൽ അംഗീകരിച്ചിരിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ആ ബുദ്ധിയും ജീവനിയാണ് ഇവിടെ പറയുന്നത്. നാസികാദികളായിരിക്കുന്ന അവയവകൽപ്പന ബുദ്ധിയുടെ വിശേഷ യോഗ്യതയെ വെളിപ്പെടുത്തുവാനും കഥയ്ക്ക് ചമത്കാരം ജനിപ്പിക്കുവാനും ഉപകരിക്കുന്നു. രജോഗുണം നിമിത്തം ചെയ്തിട്ടുള്ള കർമ്മവാസനയെ ബുദ്ധിയെ മൂടിയിരിക്കുന്ന വസ്ത്രത്വേന കൽപ്പിച്ചിരിക്കുന്നു. രജോഗുണം നിമിത്തം ചെയ്തിട്ടുള്ള ആ കർമ്മവാസനയെ ബുദ്ധിയെ മൂടിയിരിക്കുന്ന വസ്ത്രത്വേന കൽപ്പിക്കുന്നു. ആ ബുദ്ധിയെ തന്നെ ആശ്രയിച്ച സത്വഗുണവും പ്രകാശിക്കുന്നവനെ കനകമേഖലാഭരണം ധരിപ്പിക്കുന്നു. അങ്ങനെ ജീവനെ മോഹിപ്പിക്കുവാൻ സാമർഥ്യം ബുദ്ധിക്കുണ്ടെന്ന് ദേവതയോ എന്ന് തോന്നും എന്നുള്ള വർണ്ണനത്താൽ അവിടെ പ്രകാശിപ്പിക്കുന്നു. ആ സ്ത്രീ രാജാവിനെ മോഹിപ്പിച്ച വിധത്തെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. സ്തനങ്ങൾ ഒന്ന് വലുതും മറ്റൊന്ന് അല്പം ചെറുതുമായിട്ടാണ് സാധാരണ കാണപ്പെടുന്നത്. ഇവളുടെ സ്തനങ്ങൾ ആ വിധത്തിലല്ല. സാമുദ്രിക ലക്ഷണപ്രകാരം 2 സമവൃത്തങ്ങളും ഒന്നോടൊന്ന് ചേർന്ന് മധ്യത്തിൽ ഇല്ലാതെ ഇരിക്കുന്നവയും ആയിട്ടുള്ള യൗവനാരംഭാവസ്ഥയെ സൂചിപ്പിക്കുന്നവയുമായിരുന്നു. പുരുഷദർശന നിമിത്തം തൽക്ഷണം ഉദിച്ച ലജ്ജയാൽ
ആ വസ്ത്രാഗ്രത്താൽ സ്തനങ്ങളെ മറച്ചുകൊണ്ട് ആനയെപ്പോലെ മന്ദമായി ചലിക്കുന്ന ആ തരുണിമണിയെ രാജാവ് സന്ദർശിച്ചു. ഒന്നോടൊന്ന് കിടപിടിച്ച് ശോഭിക്കുന്ന ആ സ്തനങ്ങളെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന പ്രബല പ്രവൃത്തികളായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. രാഗദ്വേഷാദികളായിട്ട് ആണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. ശ്രേയസ്സിനുള്ള മാർഗത്തെ വെളിക്ക് കാട്ടാതിരിപ്പാനുള്ള സാമർഥ്യം രണ്ട് വൃത്തികൾക്കും ഒരുപോലെയുള്ളതിനാൽ ഇവയുടെ വൃത്തം വ്യാപാരം സമം തന്നെ. രാഗദ്വേഷങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആ വൃത്തികളാണെന്ന് കാണിപ്പാൻ ഒന്നിനെ സ്പർശിച്ച് മറ്റൊന്ന് നിൽക്കുന്നു എന്നും വർണ്ണിക്കുന്നു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏവം ഭൂതേ ഉപവനെ ഏക സ്ത്രീ. അപ്പൊ പഞ്ചശീർഷാഹിന രക്ഷിത, 5 തലയുള്ള സർപ്പത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഭർത്താരം ഇച്ഛന്തി, ഭർത്താവിനെ ഇച്ഛിച്ചുകൊണ്ട് ഷോഡശവാർഷികീം, 16 വയസ്സുള്ളവളായിരിക്കുന്ന സുനാസ, നല്ല മൂക്കുകളുള്ള സുദതീം, പല്ലുകളുള്ള സുമുഖ, മനോഹരമായിട്ടുള്ള മുഖമുള്ള കുണ്ടലാധരം, കുണ്ടലങ്ങളും അധരങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള സുശ്രോണി, നല്ല അരക്കെട്ടുകളോട് കൂടിയിട്ട് ശ്യാമ, ശ്യാമവർണ്ണത്തോട് കൂടിയിട്ട് നൂപുരയുക്ത പദ്ഭ്യാം, ആ കാലുകളിലെ പാദസരങ്ങൾ അണിഞ്ഞുകൊണ്ട് ചലന്തി സഞ്ചരിക്കുന്ന സമവർത്തുളസ്തനി, ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളോട് കൂടിയിട്ടുള്ള അവള് ലജ്ജ കൊണ്ട് വസ്ത്രേണ ആച്ഛാദയന്തിയും, വസ്ത്രങ്ങളെ കൊണ്ട് ആ സ്ഥലങ്ങളെ മറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാദൃശീം ദൃഷ്ട്വ, അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയെ അവിടെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി വ്യാഖ്യാനം പറയാം. പഞ്ചശീർഷാഹിന, 5 സർപ്പങ്ങൾ കൊണ്ട് രക്ഷിക്കപ്പെടുന്ന, പഞ്ചശീർഷ അഹിന, 5 ശീർഷങ്ങളുള്ള അഹി എന്ന പാമ്പുകളാൽ രക്ഷിക്കപ്പെടുന്നവള്. ഭർത്താരം ഇച്ഛന്തി, ഭർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഷോഡശവാർഷികീം, 16 വയസ്സുള്ള സുനാസ, നല്ല മൂക്കുകള് സുദതീം, പല്ലുകള് സുമുഖ, മനോഹരമായ മുഖങ്ങളുള്ളവള് കുണ്ടലാധരം, കുണ്ടലങ്ങളും അധരങ്ങളും ഉള്ളവള് സുശ്രോണീം, ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയിട്ടുള്ള ശ്യാമ, കൃഷ്ണവർണ്ണമുള്ളവള് നൂപുരയുക്ത പദ്ഭ്യാം, നൂപുരയുക്തം, ആ പാദങ്ങളിൽ നൂപുരങ്ങൾ അണിഞ്ഞിട്ട്, ചില പാദസരങ്ങൾ അണിഞ്ഞിട്ട് ചലന്തി സഞ്ചരിക്കുന്ന സമവർത്തുള സ്ഥനവും, ഒരുപോലെ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ചേർന്ന് നിന്നിട്ട് ലജ്ജ കൊണ്ട് വസ്ത്രേണ ആച്ഛാദ, അതിനെ വസ്ത്രങ്ങളെ കൊണ്ട് ആച്ഛാദനം ചെയ്തുകൊണ്ടാണ് സ്ത്രീ അങ്ങനെ നടന്നത്. ഏതാദൃശീം ദൃഷ്ട്വാ പുരഞ്ജന എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൂടി അത് വായിക്കാം. പഞ്ചശീർഷാഹിന രക്ഷിതാം ഭർത്താരം ഇച്ഛന്തീം ഷോഡശവാർഷികീം സുനാസാം സുദതീം സുമുഖാം കുണ്ടലാധരാം സുശ്രോണീം ശ്യാമാം നൂപുരയുക്തപദ്ഭ്യാം ചലന്തീം സമവർത്തുളസ്തനൗ ലജ്ജയാ വസ്ത്രേണാച്ഛാദയന്തീം ഏകാദശി ദൃഷ്ട്വ. അങ്ങനെയുള്ള ആ സ്ത്രീ നടക്കുന്നതായിട്ടാണ് അവിടെ കണ്ടത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26ാമത്തെ ശ്ലോകം. കാത്വം കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതസ്സതി ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസ മേ. കാത്വം കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതസ്സതി ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസ മേ. അല്ലയോ
കമലദളം പോലെ താമരദളം പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവളെ നീ ആരാണ്? ത്വം കാ നീ ആരാണ്? കസ്യ അസി ആരുടെ പുത്രിയാണ്? സതി നല്ലവളെ എവിടെ നിന്ന്? കുതഹ ഇഹ എവിടെ നിന്ന് നീ ഇവിടെ എത്തി? ഇമാം ഉപപുരീം ഈ നഗരപ്രാന്ത ഭൂമിയെ ആശ്രയിച്ചിട്ട് കിം എന്താണ് ചികീർഷസി ചെയ്യാൻ ഉദ്ദേശം? ഭീരു ഉത്തമേ മേ ശംസ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ പുരഞ്ജനൻ ചോദിക്കുകയാണ്, കാത്വം കഞ്ചബലാസാക്ഷി നീ ആരാണ്? കാത്വം കഞ്ചപലാസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരദളം പോലെയുള്ള കണ്ണുകളുള്ളവളെ. കസ്യാസി ഇഹ ആരുടെ പുത്രിയാണ് നീയ്? കുതഹ സതി ആരുടെ പുത്രിയാണ് നീയ്? നല്ലവളെ നീ എവിടെ നിന്നാണ് വരുന്നത്? കുതഹ എവിടെ നിന്നാണ് നീ വരുന്നത്? ഇമാം ഉപപുരീം ഈ നഗരപ്രാന്ത ഭൂമിയെ ആശ്രയിച്ചിട്ട് നീ എവിടെ നിന്നാണ് വരുന്നത്? കിം ഇതിനെ ആശ്രയിച്ചുകൊണ്ട് കിം എന്താണ് നീ ചികീർഷസി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ പ്രദേശത്തെ ഉദ്ദേശിച്ച് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തമയായിട്ടുള്ളവരെ അതിന് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ്. കാത്തും കഞ്ചബലാസാക്ഷി കസ്യാസീഹ കുതസ്സതി ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ. ഹേ കഞ്ചബലാസാക്ഷി അല്ലയോ താമരദളം പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവളെ. ത്വം കാ നീ ആരാണ്? കസ്യ അസി ആരുടെ പുത്രിയാണ്? സതി നല്ലവളെ. കുതഹ എവിടെ നിന്ന്? ഇഹ ഇവിടെ എത്തി. ഇമാം ഉപപുരീം ഈ നഗരപ്രാന്ത ഭൂമിയെ ആശ്രയിച്ച് കിം എന്താണ് ചികീർഷസി ചെയ്യാൻ നിന്റെ ഉദ്ദേശം? ഭീരു ഉത്തമേ മേ ശംസ എനിക്ക് പറഞ്ഞു തരൂ. ഒന്നുകൂടി പറയാം പദങ്ങള്. ഹേ കഞ്ചബലാസാക്ഷി അല്ലയോ താമരദളം പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവളെ. ത്വം കാ നീ ആരാണ്? കസ്യ അസി ആരുടെ പുത്രിയാണ്? സതി നല്ലവളെ. കുതഹ എവിടെ നിന്ന്? ഇഹ ഇവിടെ എത്തി. ഇമാം ഉപപുരീം ഈ നഗരപ്രാന്ത ഭൂമിയെ ആശ്രയിച്ച് കിം എന്താണ് ചികീർഷസി ചെയ്യാൻ ഉദ്ദേശം? ഭീരു ഉത്തമേ മേ ശംസ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ അടുത്ത അന്വയം വന്നിട്ട് ഹേ കഞ്ചബലാസാക്ഷി ത്വം കാ കസ്യ അസി സതി കുതഹ ഇഹ ഇമാം ഉപപുരീം കിം ചികീർഷസി ഭീരു മേ ശംസ. ഒന്നുകൂടി പറയാം. ഹേ കഞ്ചബലാസാക്ഷി ത്വം കാ കസ്യ അസി സതി കുതഹ ഇഹ ഇമാം ഉപപുരീം കിം ചികീർഷസി ഭീരു മേ ശംസ. അല്ലയോ ആ താമരദളം പോലെയുള്ള ദളങ്ങളോട് കൂടിയ നേത്രങ്ങളോട് കൂടിയവളെ നീ ആരാണ്? ആരുടെ പുത്രിയാണ്? നല്ലവളെ എവിടെ നിന്ന് ഇവിടെ എത്തി? ഈ നഗരപ്രാന്ത ഭൂമിയെ ആശ്രയിച്ചിട്ട് നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തമേ എനിക്ക് പറഞ്ഞു തന്നാലും. അല്ലയോ സുന്ദരി നീ ആരാണ്? ആരുടെ പുത്രിയാണ്? എവിടെ നിന്ന് വരുന്നു? ഈ രാജധാനിയുടെ സമീപത്തിൽ എന്തു ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് എന്നതെല്ലാം പറഞ്ഞു തന്നാലും. ഭീരു എന്നാൽ ഉത്തമ സ്ത്രീ എന്നുള്ളതാണ് അർത്ഥം. ഭീരുരാർത്തേ ഉത്തമ സ്ത്രീ എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട് താമരക്കണ്ണി നീ ആരാണ്? ആരുടെ മകളാണ്? എവിടെ നിന്ന് വരുന്നു? ഈ പുരിയുടെ സമീപത്തിൽ ഭവതി എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എല്ലാം എന്നോട് പറയുക. ഹേ സുന്ദരി നീ മേൽപ്പറഞ്ഞ ആ ഭവാന്യാദി ദേവിമാരിൽ ഒരുവള ഹേ പങ്കജദളനയനെ അപ്പൊ താമരക്കണ്ണുകളുള്ളവളെ. ഭീരു ശോഭനെ നീ ആരാകുന്നു? ആരുടെ പുത്രിയാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഈ പ്രദേശത്തിൽ എന്ത് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ വിവരം കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിന്റെ വ്യാഖ്യാനം നോക്കാം നമ്മൾക്ക്. വ്യാഖ്യാനത്തില്
ഹേ കമലപത്രാക്ഷി. അപ്പോൾ ഏതാദൃശീം ദൃഷ്ട്വാ പുരഞ്ജന, ഇപ്രകാരം കണ്ട ആ സ്ത്രീയോട് സമ്മുഹ്യ നേരിട്ട് താം ജഗാത, ആ പുരഞ്ജനൻ ചോദിക്കുകയാണ്, ഹേ കമലപത്രാക്ഷി, അല്ലയോ കമലദളം പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവളെ, ത്വം കസ്യാസി, നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു, കുതഃ പ്രാപ്താസി, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇതം ഉപവനം ദൃഷ്ട്വാ, ഈ ഉപവനത്തെ കണ്ട് കിം കർത്തും ഇച്ഛതി, എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇന്നത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഏതാദൃശീം ദൃഷ്ട്വാ പുരഞ്ജന സമ്മുഖ്യ താം ജഗാത, ഹേ കമലപത്രാക്ഷി, അല്ലയോ താമര കണ്ണുകളോട് കൂടിയവിടെ, ത്വം കസ്യാസി, നീ ആരാണ്, ആരുടെ പുത്രിയാണ്, കുതഃ, എവിടെ നിന്നും ഇവിടെ വരുന്നു, പ്രാപ്താസി, ഇങ്ങനെ ഇവിടെ എത്തി, ഇതം ഉപവനം, ഇവിടെ ഈ ഉപവനത്തിൽ ദൃഷ്ട്വാ, ഈ ഉപവനം കണ്ടിട്ട്, കിം കർത്തും, ഇവിടെ എന്ത് ചെയ്യാനാണ് നീ ഇച്ഛിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. ഏതാദൃശീം ദൃഷ്ട്വാ പുരഞ്ജനഃ സമ്മുഖ്യ താം ജഗാത, ഹേ കമലപത്രാക്ഷി, ത്വം കസ്യാസി, കുതഃ പ്രാപ്താസി, ഇതം ഉപവനം ദൃഷ്ട്വാ കിം കർത്തുമിച്ഛസി എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അടുത്ത ശ്ലോകം ഇതുപോലെ ചോദ്യങ്ങളാണ്. ക ഏതേനുപഥാ ഏത ഏകാദശ മഹാബടാഃ ഏതാവാലലനാ സുബ്രൂ കോയം തേഹി പുരസ്സര. ക ഏതേനുപഥാ ഏത ഏകാദശ മഹാഭടാഃ ഏതാവാലലനാ സുബ്രൂ കോയം തേഹി പുരസ്സര, അല്ലയോ നല്ല പുരികം ഉള്ളവളെ, സുഭ്രൂഹു എന്ന് പറഞ്ഞാൽ പുരികം ഉള്ളവളെ എന്നാണ്, ഉള്ളവളെ, ഈ ഏകാദശം 11ാമനായിട്ട് ഒരു മഹാഭടനോട് കൂടിയ നിന്റെ അനുഗാമികളായിരിക്കുന്ന ഇവരൊക്കെ, നിന്നെ അനുഗമിക്കുന്ന ഇവരൊക്കെ ആരാകുന്നു, ഈ പെൺമണികളായിരിക്കുന്ന ഇവരും ആരെല്ലാമാണ്, അത് ലലനാഹ, പെൺമണികളായിരിക്കുന്ന ഇവരും ആരെല്ലാമാണ്, നിന്റെ മുന്നിൽ എഴയുന്ന ഈ പാമ്പ് ഏതാണ്. ഏതേനുപഥായേ ഏകാദശ മഹാഭട, നിന്റെ കൂടെ നടക്കുന്ന ഈ 11 ഭടന്മാരോട് 11ാമനായിട്ടുള്ള ഒരു മഹാഭടനോട് കൂടിയിരിക്കുന്ന നിന്റെ ആ അനുഗാമികളായിരിക്കുന്ന ഇവരൊക്കെ ആരാണ്. പിന്നെ ഈ പെൺമണികൾ, സ്ത്രീകളൊക്കെ ഇവരെല്ലാവരും ആരാണ്. അതുപോലെ നിന്റെ മുമ്പിൽ നടക്കുന്ന കോയം തേഹി പുരസ്സര, നിന്റെ മുമ്പിൽ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഈ പാമ്പ് ആരാണ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദങ്ങൾ, ഹേ സുഭ്രൂ, അല്ലയോ നല്ല പുരികമുള്ളവളെ, ഏകാദശ മഹാഭടാഃ, 11ാമനായിട്ട് ഒരു മഹാഭടനോട് കൂടിയ 11ാമനായി ഒരു മഹാഭടനോട് കൂടിയ, തേ നിന്റെ, അനുപഥാഃ അനുഗാമികളായിരിക്കുന്ന, യാതൊരു, ഏതേകേ ഇവർ ആരാണ്, ഏതേകേ ഇവർ ആരാണ്, ലലനാഹ പെൺമണികളായിരിക്കുന്ന, ഏതാഹ വാ ഇവരും ആരെല്ലാമാണ്, പെൺമണികളായിരിക്കുന്ന ഇവരും ആരെല്ലാമാണ്, തേ നിന്റെ, പുരസ്സരഃ മുന്നിൽ എഴയുന്ന, അയം അഹി ഈ പാമ്പ്, കഹ ഏതാണ്. എന്നും കൂടി പറയാം. ഹേ സുഭ്രൂ, അല്ലയോ നല്ല പുരികങ്ങളുള്ളവളെ, ഏകാദശ മഹാഭടാഃ 11ാമനായി ഒരു മഹാഭടനോട് കൂടിയിരിക്കുന്ന, തേ നിന്റെ, അനുപഥാഃ അനുഗാമികളായിരിക്കുന്ന, യാതൊരു, ഏതേകേ ഇവർ ആരാണ്. അതുപോലെ ലലനാഹ പെൺമണികളായിരിക്കുന്ന, ഏതാഹ വാ ഇവരും ആരെല്ലാമാണ്, തേ നിന്റെ, പുരസ്സരഃ മുന്നിൽ എഴയുന്ന, അയം അഹിഹി ഈ പാമ്പ്, കഹ ഏതാണ്. ഇപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട്, ഹേ സുഭ്രൂഹു ഏകാദശ മഹാഭടാഃ തേ അനുപഥാഃ ഏതേകേ ലലനാഹ ഏതാഹ വാ തേ പുരസ്സരഃ അയം അഹിഹി കഹ. ഒന്നുകൂടി പറയാം. ഹേ സുഭ്രൂ ഏകാദശ ഭടൈ
ഏകാദശ മഹാബടൈ ബടാ തേ അനുപഥാ യേ ഏതേ കേ ലലനാഹ ഏതാ വാ തേ പുരസ്സരഃ അയം അഹിഹി കഹ. അല്ലയോ നല്ല പുരികങ്ങളുള്ളവളെ, ഈ 11ാമനായിട്ട് ഒരു മഹാഭടനോട് കൂടിയിരിക്കുന്ന നിന്റെ ഈ അനുഗാമികളായിരിക്കുന്ന ഇവരെല്ലാവരും ഇവർ ആരാണ്? പെൺമണികളായിരിക്കുന്ന ഇവരും ആരെല്ലാമാണ്? നിന്റെ ആ മുന്നിൽ ഇഴയുന്ന ഈ പാമ്പ് ഏതാണ്? ഭവതിയെ അനുഗമിക്കുന്ന ഈ 11 മഹാഭടന്മാർ ആരാണ്? അല്ലയോ സുന്ദരി, ഈ സ്ത്രീകൾ ആരാണ്? ഭവതിയുടെ മുന്നിൽ നടക്കുന്ന ഈ സർപ്പം ഏതാണ്? അംഗരക്ഷകനായ സർപ്പം ഉൾപ്പെടെ 11 ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഭടന്മാര് ആണ് ഈ സ്ത്രീയുടെ പിന്നാലെ നടക്കുന്നതായിട്ട് കാണുന്നത്. അതൊക്കെ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 11ാമനാകുന്ന മഹാഭടനോട് കൂടിയ ഭവതിയുടെ ഈ അനുചരന്മാർ ആരെല്ലാമാണ്? സുന്ദരി, ഈ സ്ത്രീകളെല്ലാം ആരാണ്? ഭവതിയുടെ മുമ്പിൽ വനത്തിൽ തനിയെ സഞ്ചരിക്കുന്ന ഈ സർപ്പം ഏതാണ്? നിന്റെ പിന്നാലെ നടക്കുന്ന ഭൃത്യന്മാരായ 11 ഭടന്മാർ ആരാകുന്നു? ഈ സ്ത്രീകൾ ആരാണ്? മുമ്പിൽ നടക്കുന്ന ഈ സർപ്പം ആരാണ്? 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ 11 ഇന്ദ്രിയങ്ങൾ ആണ് ഈ 11 ഭടന്മാരെന്നിവിടെ പറയുന്നത്. ഇന്ദ്രിയവൃത്തികളെ വേറെ കാണിപ്പാൻ സ്ത്രീകളായിട്ടും വർണ്ണിച്ച് പ്രാണനെയാണ് സർപ്പം എന്ന് പറയുന്നത്. സർപ്പം 5 തരയുള്ള സർപ്പം, പഞ്ചപ്രാണങ്ങൾ, അതിനെയാണ് സർപ്പം എന്നവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ത്വം കസ്യാസി കുതഃ പ്രാപ്താസി ഇദമുപവനം ദൃഷ്ട്വാ കിം കർത്തുമിച്ഛസി ഏതേനു വർത്തിനഃ ഏകാദശ മഹാസേവകാഃ. നിന്റെ അനുവർത്തികളായിട്ട് ഈ 11 മഹാസേവകന്മാര് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ ആരാണ്? കേ ഏതേനു വർത്തിനഃ ഏകാദശ മഹാസേവകാഃ കേ. നിന്റെ അനുവർത്തികളായിട്ട് ഈ 11 ഭൃത്യന്മാർ മഹാസേവകാഃ അവരെല്ലാം ആരാണ്? ഏതാഹ സ്ത്രീയ, ഈ കാണപ്പെടുന്ന സ്ത്രീകൾക്കാഹ, ഈ സ്ത്രീകൾ ആരാണ്? ഒന്നും കൂടി പറയാം. ഏതേനു വർത്തിനഃ ഏകാദശ മഹാസേവകാഃ കേ ഏതാഹ സ്ത്രീയഃ കാ. ഈ നിന്റെ അനുവർത്തികളായിരിക്കുന്ന 11 ഭൃത്യന്മാര് ആരാണ്? ഈ സ്ത്രീകൾ ആരാണ് എന്നുള്ളതാണ് ഇത്ര വ്യാഖ്യാനം. ഏതേനു വർത്തിനഃ ഏകാദശ മഹാസേവകാഃ കേ ഏതാഹ സ്ത്രീയഃ. ഇതിലത്തെ പദങ്ങൾ നിങ്ങൾ നോക്കിയേ. സുബ്രു, അല്ലയോ നല്ല പുരിക്കമുള്ളവളെ, ഏകാദശ മഹാഭടാഹ 11ാമനായിരിക്കുന്ന ആ മഹാഭടനോട് കൂടിയ തേ നിന്റെ അനുപഥ അനുഗാമികളായിരിക്കുന്ന യാതൊരു ഏതേക്കേ ഇവർ ആരാണ്? ലലനാഹ പെൺമണികളായിരിക്കുന്ന ഏതാഹ വാ ഇവരും ആരെല്ലാമാണ്? തേ നിന്റെ മുമ്പിൽ പുരസ്സരഹ മുന്നിലടയുന്ന അയം മഹി ഈ പാമ്പ് കഹ ആരാണ്? പരിതന്വയം ഹേ സുബ്രു ഏകാദശ മഹാബടാ തേ അനുപദാ യേ ഏതേകേ ലലനാഹ ഏതാഹ വാ തേ പുരസ്സരഹ അയം അഹി. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അതാണ് ഇതിൽ ഈ ശ്ലോകം. ഏതേനുപഥായേത ഏകാദശ മഹാബടാ ഏതാ വാ ലലനാ സുബ്രു കോയം തേഹി പുരസ്സരഃ. അടുത്ത ശ്ലോകം നമ്മൾ നോക്കാം. 28ാമത്തെ ശ്ലോകം. ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിചിന്വതീം കിം മുനിവദ്രഹോ വനേ ത്വദംഘ്രികാം ആപ്തസമസ്തകാമം ക്വ പത്മകോശഃ പതിതഃ കരാഭ്യാം ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിചിന്വതീം കിം മുനിവദ്രഹോ
വനേ ത്വദംഘ്രികാമാപ്തസമസ്തകാമം പത്മകോശ പതിതകരാഭ്യാം. ത്വദംഘ്രികാമ ആപ്തസമസ്തകാമം, നിന്റെ ആ പാദശുശ്രൂഷയാൽ സിദ്ധിച്ചിരിക്കുന്ന എല്ലാ കാമങ്ങളോടും കൂടിയിരിക്കുന്ന ഭർത്താവിനെ കാട്ടിൽ രഹസ്യമായിട്ട് മുനിയെ പോലെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന നീ ആ ലജ്ജാദേവിയാണോ അതോ വാഗ്ദേവിയാണോ മഹാലക്ഷ്മിയാണോ ശ്രീപാർവതിയാണോ? ഇവരിൽ ആരാണ്? കൈകളിലെ ആ താമരമൊട്ട് എവിടെ വീണുപോയി എന്നൊക്കെയാണിത്. ത്വം ഹ്രീ ഭവാന്യ, നീ ലജ്ജാദേവിയാണോ? ഭവാന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ദേവിയാണോ? അന്യസ്യഥ വാഗ്രമാപതിം, അതല്ല നീ രമാപതിയാണോ? മഹാലക്ഷ്മിയാണോ? രമാ വാഗ്രമ രമയാണോ? പതിം വിചിന്വതിം, ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുനിയെപ്പോലെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുനിവത് മുനിയെപ്പോലെ അന്വേഷിച്ചു ഇറങ്ങിയിരിക്കുന്ന നീ ഇവരിൽ ആരാണ് എന്നുള്ളതാണ്. അംഘ്രികാമ ആപ്ത സമസ്തകാമ, നിന്റെ പാദ ശുശ്രൂഷയാൽ സിദ്ധിച്ച എല്ലാ കാമങ്ങളോടും കൂടിയ പതി, അങ്ങനെയുള്ള നിന്റെ പതിയെ അന്വേഷിച്ച് വളരെ രഹസ്യമായിട്ട് രഹ മുനിയെപ്പോലെ വിചിന്വതിയും അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന നീ ലജ്ജാദേവിയാണോ? ഹ്രീ അതോ വാഗ്ദേവിയോ? രമ മഹാലക്ഷ്മിയോ? ഭവാനി ശ്രീപാർവതിയോ? കിം അസി, ഇവരിൽ ആരാണ്? കരാഭ്യം, ഈ കൈകളിലെ പത്മകോശം താമരമൊട്ട് ക്വം എവിടെ? പതിതഃ വീണുപോയി എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇത്ത പദങ്ങൾ നമുക്ക് നോക്കാം. ത്വദംഘ്രികാമ ആപ്ത സമസ്തകാമം, ഒന്നിച്ച് ത്വദംഘ്രികാമാപ്ത സമസ്തകാമം എന്നുള്ളത്. ത്വദംഘ്രികാമ ആപ്ത, ത്വദംഘ്രികാമ എന്ന് പറഞ്ഞാൽ നിന്റെ പാദ ശുശ്രൂഷയാൽ ആപ്തം സിദ്ധിച്ചിരിക്കുന്ന, സമസ്തകാമ എല്ലാ കാമങ്ങളോടും കൂടിയിരിക്കുന്ന പതിം ഭർത്താവിനെ, വനേ കാട്ടിൽ, രഹസ്യമായിട്ട്, മുനിവത് മുനിയെ പോലെ, വിചിന്വതി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്ന, ത്വം നീ, ഹ്രീഹി ലജ്ജാദേവിയോ, അഥ അതോ വാഗ്ദേവിയോ, രമ മഹാലക്ഷ്മിയോ, ഭവാനി ശ്രീപാർവതിയോ, കിം അസി ഇവരിൽ ആരാണ്? കരാഭ്യാം കൈകളിലെ, പത്മകോശ താമരമൊട്ട്, ക്വ എവിടെ? പതിത വീണുപോയി. ഇതുകൂടി പറയാം. ത്വദംഘ്രികാമ ആപ്ത സമസ്തകാമം, ഒറ്റപദം, നിന്റെ ആ പാദശുശ്രൂഷയാൽ സിദ്ധിച്ച എല്ലാ കാമങ്ങളോടും കൂടിയിരിക്കുന്ന പതിം ആ ഭർത്താവിനെ, വനേ വനത്തിൽ, രഹസ്യമായിട്ട്, മുനിവത് മുനിയെ പോലെ, വിചിന്വതി അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന, ത്വം നീ, ഹ്രീഹി ലജ്ജാദേവിയോ, അഥ അതോ വാഗ്ദേവിയോ, രമ മഹാലക്ഷ്മിയാണോ? ഭവാനി ശ്രീപാർവതിയാണോ? കിം അസി ഇവരിൽ ആരാണ്? കരാഭ്യാം കൈകളിലെ പത്മകോശം താമരമുട്ട്, ക്വം എവിടെ വീണുപോയി? പതിത എവിടെ വീണുപോയി? അപ്പോഴത്തെ അന്വയം വന്നിട്ട് ത്വദംഘ്രികാമ ആപ്ത സമസ്തകാമം പതിം വനേ രഹ മുനിവത് വിചിന്വതി, ത്വം ത്വം ഹ്രീ അഥ വാഗ് രമ ഭവാനി കിം അസി കരാഭ്യാം പത്മകോശം ക്വം പതിതഃ. ഒന്നുകൂടി പറയാം. സർവാംഘ്രികാമ ആപ്ത സമസ്തകാമം പതിം വനേ രഹ മുനിവത് വിചിന്വതി, ത്വം ഹ്രീ അഥ വാഗ് രമ ഭവാനി കിം അസി കരാഭ്യാം പത്മകോശം ക്വം പതിതഃ. നിന്റെ ആ പാദശുശ്രൂഷയാൽ സിദ്ധിച്ച എല്ലാ കാമങ്ങളോടും കൂടിയിരിക്കുന്ന ഭർത്താവിനെ കാട്ടിൽ രഹസ്യമായിട്ട് മുനിയെപ്പോലെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന നീ ലജ്ജാദേവിയാണോ അതോ വാഗ്ദേവിയോ മഹാലക്ഷ്മിയോ ശ്രീപാർവതിയോ? ഇവരിൽ ആരാണ്? കൈകളിലെ ആ താമരമൊട്ട് എവിടെ വീണുപോയി? ഭഗവതിയുടെ പാദശുശ്രൂഷാഭിലാഷം ഹേതുവായിട്ട് സമസ്ത കാമങ്ങളെയും പ്രാപിച്ചവനായിരിക്കുന്ന സ്വഭർത്താവിനെ തേടി മൗനം
ദീക്ഷിച്ച് ഏകാഗ്നിയായിട്ട് വനത്തിൽ നടക്കുന്ന ഭവതി ധർമ്മപ്രജാപതിയുടെ പത്നിയായിരിക്കുന്ന ഹ്രീ ആണോ, അതോ ശ്രീ പാർവതിയാണോ, അതോ സരസ്വതിയാണോ, അതോ മഹാലക്ഷ്മിയോ? മഹാലക്ഷ്മി ആണെങ്കിൽ കയ്യിലെ താമരപ്പൂവ് എവിടെയെങ്കിലും വീണുപോയതാണോ എന്നുള്ളതാണ്. ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതിക്കും അനുപുത്രിയായിരിക്കുന്ന പ്രസൂതിയിലുണ്ടായിരിക്കുന്ന പുത്രിമാരിൽ ഒരുവളാണ് ഹ്രീ, ലജ്ജാദേവി എന്ന് പറയുന്നത്. ഹ്രീ അവളടക്കം 13 പുത്രിമാരെ അധർമ്മ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കാമേനൈവ തൽകൃതയാ തദംഘ്രികാമന പ്രാപ്ത സമസ്താകാമ ഏനത്വം എന്നുള്ളതാണ് ശ്രീധരീയത്തില്. ജീവൻ ഈശ്വരാംശം തന്നെ ആകയാലാണ് അവൾ ദേവി ആണെന്ന സംശയം അവിടെ ഉദിക്കുന്നത്. പക്ഷെ മനുഷ്യ സ്ത്രീയാണെന്നും കന്യകയാണെന്നും മനസ്സിലായതോടെ അവളിൽ ആകൃഷ്ടനാകുന്നത് ജീവന്റെ മായാബന്ധത്തെ പ്രതിനിധാനം ചെയ്യണം. അപ്പോൾ വ്യാഖ്യാനം ഒന്നും കൂടി അർത്ഥം ഒന്നും കൂടി നോക്കാം. മുനിയെപ്പോലെ വർത്തിക്കുന്നവളും ഭവതിയുടെ പാദം കാക്ഷിച്ച് അതുമൂലം താൻ കൃതാർത്ഥനാണെന്ന് കരുതുന്ന പതിയെ അന്വേഷിക്കുന്നവളുമായിരിക്കുന്ന നീ ധർമ്മപത്നിയായ ഹ്രീയാണോ, അതോ പാർവതിയാണോ, അതോ സരസ്വതിയോ, അതുമല്ലെങ്കിൽ സാക്ഷാൽ ലക്ഷ്മിയോ? ലക്ഷ്മിയാണെങ്കിൽ താമരപ്പൂ കയ്യിൽ നിന്ന് എവിടെ പോയി? ദേവതയോ എന്ന് മുമ്പേ സൂചിപ്പിച്ചതിന് സ്പഷ്ടമാക്കണം. നിന്റെ പാദപത്മങ്ങളെ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ സകല കാമങ്ങളും സാധിച്ചിരിക്കുന്ന ധർമ്മദേവനാകുന്ന ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഹ്രീ ലജ്ജാധിഷ്ഠാന ദേവത ആകുന്നുവോ, അതോ ശ്രീ ശിവനെ മുനിമാരെ പോലെ ഏകാന്തസ്ഥാനമായിരിക്കുന്ന വനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഭവാനി ദേവിയോ, അതോ ബ്രഹ്മദേവനെ അന്വേഷിക്കുന്ന സരസ്വതി ദേവിയോ, അല്ലെങ്കിൽ ശ്രീഹരിയെ തിരയുന്ന ശ്രീദേവിയോ? ശ്രീദേവി തന്നെയെങ്കിൽ കയ്യിൽ സ്വതവേയുള്ള താമരമൊട്ട് എവിടെ വീണുപോയി? നീ ദേവി ആയതുകൊണ്ട് നിന്നോട് യോജിപ്പാൻ മനുഷ്യനായ എനിക്ക് യോഗ്യതയില്ലെന്ന് കരുതി ഞാൻ വ്യസനിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അധ്യാത്മപക്ഷത്തിൽ പറയുകയാണെങ്കിൽ ബുദ്ധ്യാദി വിശിഷ്ടമായിരിക്കുന്ന ലിംഗശരീരത്തിൽ അധ്യാസം നിമിത്തം ജീവൻ സ്വന്തം മാഹാത്മ്യത്തെ തീരമറക്കുകയും ശരീരത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രം ധരിക്കണം. ബാക്കി വിശേഷണങ്ങളെല്ലാം കഥാപക്ഷത്തിൽ ചമത്കാരകൃതി ജനിപ്പിച്ചുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിലത്തെ വ്യാഖ്യാനം അവിടെ എന്താണ്? ത്വം ഭവാനി രമാ സരസ്വതി വാസിക്കും. നീ ഭവാനിയാണോ, രമയാണോ, സരസ്വതിയാണോ ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ത്വം കസ്യാസി, നീ ആരാണ്? ത്വം ഭവാനി രമാ സരസ്വതി വാസി. ഇങ്ങനെയുള്ള ഇതിൽ ഏത് ദേവതയാണ് എന്നാണ് ചോദിക്കുന്നത്, ഏത് ദേവിയാണ്? ത്വം ഭവാനി രമാ സരസ്വതി വാസി കിം എന്നുള്ളതാണ് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.